ഹായ്, ഏറെ രസകരമായ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആലീസ് ഇൻ ബോർഡർലാൻഡ് സീരീസിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും സീസന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ വന്നിട്ടുണ്ട്. ആ സീസന്റെ ആദ്യത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? തുടർച്ചയായി ബാക്കി എപ്പിസോഡുകൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മുൻ സീസണുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നും അത് കാണാവുന്നതാണ്. സീസൺ 3 ആരംഭിക്കുന്നത് സീസൺ 2 അവസാനിച്ച അതേ ദൃശ്യങ്ങളിൽ നിന്നുമാണ്. അതായത് ബോർഡർലാൻഡ് ലോകത്തെ ഗെയിമുകൾ അവസാനിക്കുന്നു. അരിസുവിനോടും മുസാഗിയോടും ഇനി നിങ്ങൾക്ക് എന്തു വേണം എന്ന തരത്തിൽ ചോദ്യമുയർന്നുകൊണ്ട് ദൃശ്യം പ്രത്യക്ഷപ്പെടുന്നു. ഒന്നുകിൽ അവർക്ക് ആ ബോർഡർലാൻഡിൽ തന്നെ അവിടുത്തെ സിറ്റിസണായി തുടരാം, അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് തിരികെ പോരാം. ഗെയിമുകൾ അവസാനിച്ചപ്പോൾ ജീവൻ ബാക്കിയുണ്ടായിരുന്ന അരിസുവിന്റെയും മുസാഗിയുടെയും ടീമിലുള്ളതും അല്ലാത്തതുമായ കുറച്ചുപേർ ഉണ്ടായിരുന്നു. അതിൽ അരിസുവിന്റെ ടീമിലുള്ളവരൊക്കെ തിരികെ അവരുടെ ലോകത്തേക്ക് പോകണമെന്നാഗ്രഹിച്ചു. പക്ഷേ അത്തരത്തിൽ ആഗ്രഹിക്കാത്ത, അവിടെ ഗെയിം മേക്കേഴ്സായി ബോർഡർലാൻഡിന്റെ അധിപന്മാരായി തുടരാൻ ആഗ്രഹിച്ച ചിലരും ഉണ്ടായിരുന്നു. അരിസുവും മുസാഗിയും സുഹൃത്തുക്കളുമൊക്കെ അങ്ങനെ അവരുടെ സ്വദേശത്തേക്ക് തിരികെ വന്നിരുന്നു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവർ അത്രനാൾ കോമയിലായിരുന്നുവെന്നും ആ കോമയ്ക്കിടയിൽ എപ്പോഴോ അവരുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചിരുന്നുവെന്നും ആ ഒരു നിമിഷം ഹൃദയം നിലച്ചപ്പോൾ ആയിരിക്കാം അവർ ബോർഡർലാൻഡിൽ എത്തപ്പെട്ടതും അവിടെ ആ ഗെയിമുകൾ കളിച്ചതും. എന്തായാലും ആ സംഭവങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം അന്നൊരു ഉൽക്കാപതനത്തോടെയായിരുന്നു അരിസുവും മുസാഗിയും അടക്കം ഒരുപാട് ആളുകൾ ആശുപത്രിയിലായതും കോമയിൽ അകപ്പെട്ടതുമെല്ലാം. ആ ഉൽക്കാപതനത്തെ തുടർന്നുള്ള കുറച്ചു കാര്യങ്ങളൊക്കെ മാനസികാരോഗ്യം പരിശോധിക്കുന്ന ഒരു വിഭാഗം ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നുമുള്ള കുറച്ചാളുകൾ ചോദിച്ചറിയുകയാണ്. അന്ന് ഇന്റർവ്യൂവിന് അരിസു അവിടെ എത്തിയിരുന്നു. ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങൾ അരിസു വിശദീകരിച്ചു. ഉൽക്കാപതനം നടക്കുമ്പോൾ താനും കൂട്ടുകാരും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. അവരോടി ഒരു ബാത്റൂമിൽ കയറി. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്നാണ് അരിസു പറഞ്ഞത്. പെട്ടെന്നായിരുന്നു ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിലെ മറ്റ്സുയാമ എന്ന് പേരുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കോമയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണുകയോ എന്തെങ്കിലും തോന്നുകയോ ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നത്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നരിസു പറഞ്ഞെങ്കിലും വല്ല ഗെയിമോ മറ്റോ എന്ന മറ്റുള്ള പ്രൊഫസർ എടുത്തു ചോദിച്ചു. അരിസു പറഞ്ഞു അങ്ങനൊന്നുമില്ല, പക്ഷേ എന്തോ വലിയൊരു യാത്ര പോയി വന്ന പോലെ വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. വീണ്ടും ആ പ്രൊഫസർ കുത്തി കുത്തി ചോദിക്കാൻ ശ്രമിച്ചപ്പോ അരിസു അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ ആലോചിക്കാൻ ശ്രമിക്കണ്ട, വന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ആ പ്രൊഫസർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. പ്രൊഫസറുടെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവനെ അസ്വസ്ഥപ്പെടുത്തുന്നേ? ഉടൻ മറ്റ്സുയാമ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂ ചെയ്തവരിൽ പലരും ഉൽക്കാപതനം നടന്നപ്പോ അവർ ഏതോ ലോകത്ത് പോയ പോലെയും എന്തോ ഗെയിം കളിച്ച പോലെയും ഒക്കെ പല ഓർമ്മകൾ വിട്ടുവിട്ട് പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഏതോ ഒരിടത്ത് പോയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. നമുക്ക് ആ കാര്യം ഉറപ്പുമാണ്. നമുക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട്. പ്രൊഫസർ അവിടെ നിന്ന് തന്റെ വീൽചെയർ ഉരുട്ടി പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന് കാലിന് സ്വാധീനമുണ്ടായിരുന്നില്ല. മുമ്പോട്ട് വന്ന പ്രൊഫസർ എത്തിപ്പെട്ടത് ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങി വരുന്ന അരിസുവിന്റെ അടുത്തേക്കായിരുന്നു. അരിസുവിനടുത്തെത്തി മറ്റ്സുയാമ സംസാരിച്ചു. കുറച്ചു മുമ്പ് നിന്നെ ഇന്റർവ്യൂ എടുത്തില്ലേ? ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ പേര് മറ്റ്സുയാമ, സൈക്കോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ചോദ്യം ചോദിച്ച സമയത്ത് എന്തോ വലിയൊരു യാത്ര കഴിഞ്ഞു വന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ നീ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്ന എന്നെ കോണ്ടാക്ട് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ മറ്റുള്ളവർക്ക് സില്ലിയായി തോന്നുന്ന, അവർക്ക് വിശ്വസിക്കാൻ പാടുണ്ട് എന്ന് തോന്നുന്ന എന്താണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം. അവനങ്ങനെ സംസാരിച്ച് മുമ്പോട്ടേക്ക് വരുമ്പോ അവിടെ ഉസാഗി ഇരിക്കുന്നുണ്ടായിരുന്നു. അരിസുവിനെ കണ്ടത് മുസാഗി ഓടി വന്നു. നിലവിൽ അരിസുവും മുസാഗിയും വിവാഹിതരാണ്. മുമ്പ് ഉസാഗിയുടെ ഇന്റർവ്യൂ നടന്നിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയോ എന്ന് ഉസാഗി അരിസുവിനോട് ചോദിച്ചു. അരിസുവും അതെ എന്ന് പറഞ്ഞു. ഇതൊക്കെ മറ്റ്സുയാമ ശ്രദ്ധിക്കുന്നുണ്ട്. അരിസു തന്നെ മറ്റ്സുയാമയെ ഉസാഗിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മറ്റ്സുയാമ ഉസാഗിയോടും സംസാരിച്ചു. അരിസുവിനോട് ചോദിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്ന തന്നോട് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തന്റെ കാർഡ് ഉസാഗിക്കും അയാൾ കൊടുത്തു. പിന്നാലെ അയാൾ പോയത് തന്റെ മുറിയിലേക്കായിരുന്നു. മറ്റ്സുയാമയുടെ മുറി വളരെയധികം വിചിത്രമായി കാണപ്പെട്ടിരുന്നു. ആ മുറിയിലുള്ളത് കൂടുതലും കൂട്ടമരണങ്ങളെ പറ്റിയുള്ള പഠനവും ആഫ്റ്റർ ലൈഫിനെ പറ്റിയുള്ള പഠനങ്ങളുമൊക്കെയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളും കാണാം. തന്റെ കമ്പ്യൂട്ടറിൽ അന്ന് അയാൾ തന്റെ ജേണൽ രേഖപ്പെടുത്തി. ഉൽക്കാപതന സമയത്ത് കോമയിൽ അകപ്പെട്ട് ഹൃദയം നിലച്ച ആളുകൾ ഒരേ സമയം എവിടെയോ പോയ പോലെയും യാത്ര ചെയ്ത പോലെയും ഗെയിം കളിച്ച പോലെയും ഒക്കെയുണ്ട് എന്ന് പലരും പറഞ്ഞു. അറിയാത്ത എന്തോ ഉണ്ട്. ആ സമയത്താണ് ഒരു രഹസ്യ മെസ്സഞ്ചറിൽ പ്രൊഫസർക്കൊരു മെസ്സേജ് വരുന്നത്.
ആഫ്റ്റർ ലൈഫിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഹിപ്നോസിസും മറ്റു കാര്യങ്ങളുമൊക്കെ മത്സുയാമ നോക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ മിസ്റ്റർ ലോഡ് എന്നു പേരുള്ള നിക്നെയിമുള്ള ഒരു വ്യക്തിയുമായി പ്രൊഫസർ സംസാരിച്ചിട്ടുണ്ട്. 100 കോയിൻസ് കൊടുത്താൽ ആഫ്റ്റർ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കുന്നുണ്ടെന്നും അതിൽ പ്രൊഫസറെ പങ്കെടുപ്പിക്കാം എന്ന പേരിലുമായിരുന്നു അയാൾ സംസാരിച്ചത്. മിസ്റ്റർ ആർ എന്ന പേരിലാണ് മത്സുയാമ മിസ്റ്റർ ലോഡിനോട് സംസാരിക്കുന്നത്. രണ്ടും നിക്നെയിമുകൾ തന്നെ. മിസ്റ്റർ ലോഡ് നേരിൽ കാണാൻ ആവശ്യപ്പെട്ടതും പറഞ്ഞ ലൊക്കേഷനിലേക്ക് അടുത്ത ദിവസം തന്നെ മത്സുയാമ എത്തി. അതൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. മത്സുയാമ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ലേഡി മത്സുമയുടെ അടുത്തെത്തി. മിസ്റ്റർ ആർ അല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞതും അവർ അവിടെ ഇരുന്ന് പ്രൊഫസറുമായി സംസാരിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ ആ സെമിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. റഫറൽ ഇല്ലാതെ അതിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞു. എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ? ഞാൻ ആരെയും അങ്ങോട്ടേക്ക് പോകാൻ നിർബന്ധിക്കില്ല. പക്ഷേ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അതിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുക. വിചിത്രമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗെയിമുകളോ? അതെ, ഗെയിമുകൾ വളരെയധികം രസകരമായിരിക്കും. പക്ഷേ കൂട്ടത്തിൽ ഭയവും ഉണ്ടാകും. ഇനിയും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് നിന്ന് ഒരു മെയിൽ വരും. അതിലൊരു ലൊക്കേഷൻ ഉണ്ടാകും. അവിടെ കൃത്യസമയത്ത് ചെന്നാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. മിസ്റ്റർ ലോഡ് എന്ന ലേഡിയിൽ നിന്ന് വിവരങ്ങൾ കേട്ടത് വന്നതിനു ശേഷം മത്സുയാമ ആരോഗ്യ പരിപാലനം നടത്തി. വൈകാതെ സമയവും സ്ഥലവും സൂചിപ്പിച്ചുള്ള മെയിലും മത്സുയാമയ്ക്ക് വന്നു. അങ്ങനെ ആ ദിവസം എത്തി. മത്സുയാമ ആയിടത്തേക്ക് പുറപ്പെട്ടു ചെന്നു. ഒരു കെട്ടിടത്തിനകമായിരുന്നു അത്. മത്സുയാമ അവിടെ എത്തുമ്പോ മറ്റു കുറച്ച് ആളുകളുമുണ്ട്. പിന്നാലെ ഒരാൾ കടന്നുവന്ന് അവരെയൊക്കെ സ്വാഗതം ചെയ്തു. അങ്ങോട്ടേക്ക് എത്തിയതിന് നന്ദി അറിയിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ ഒരു ടേബിളിന് ചുറ്റുമായി അവരോട് ഇരിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരുന്നു. മത്സുയാമ വീൽ ചെയറിലായിരുന്നതുകൊണ്ട് സീറ്റിൽ ഇരുന്നിരുന്നില്ല. മത്സുയാമയോടും ഇരിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. ഒരു ലേഡി മത്സുയാമയെ സഹായിക്കാൻ പോയപ്പോ സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതാണ് ഉചിതം എന്ന് അയാൾ ഓർമ്മിപ്പിച്ചു. പിന്നാലെ മത്സുയാമ തന്നെ തന്റെ സീറ്റിലേക്കിരുന്നു. ആ സമയം ഒരു ലേഡി ചോദിച്ചു, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റും എന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ അയാൾ ഒരു ഗെയിം പറയാൻ തുടങ്ങി. അവരുടെ മുമ്പിലൊക്കെ കാർഡുകൾ ഇരിക്കുന്നുണ്ട്. ആ കാർഡ് സെറ്റിൽ ഒരേപോലുള്ള കാർഡുകളുണ്ടെങ്കിൽ എല്ലാവരും അത് ടേബിളിന്റെ പുറത്തേക്ക് ഇടണം. അങ്ങനെ കയ്യിലുള്ള കാർഡുകൾ കുറഞ്ഞു വരാം. എല്ലാവർക്കും ഓരോ റൗണ്ടിലായി തൊട്ടടുത്തുള്ള ആളിൽ നിന്ന് ഓരോ കാർഡുകൾ എടുക്കാം. അങ്ങനെ എടുക്കുന്ന കാർഡുകളും ഒരുപോലെ വന്നാൽ അതും ടേബിളിലേക്ക് ഇടണം. ആദ്യം കാർഡുകൾ തീരുന്നവർ എലിമിനേറ്റ് ആകും. ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ ജോക്കർ കാർഡ് എടുത്താൽ ജോക്കർ കാർഡ് നഷ്ടപ്പെടുന്ന വ്യക്തി എലിമിനേറ്റ് ആകും. ഏറ്റവും ഒടുവിൽ ജോക്കർ കാർഡ് ആരുടെ കയ്യിലാണോ അവശേഷിക്കുന്നത് അയാളായിരിക്കും കളിയിൽ വിജയിക്കുക. കളി തുടങ്ങി. ജോക്കറിന്റെ കാർഡ് ഒരാളുടെ കയ്യിൽ നിന്ന് പോയതും അയാൾ പെട്ടെന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ടു വീണു. അതുകണ്ട് ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഞെട്ടിയിരുന്നു. ഭയന്ന് ഒരു ലേഡി എഴുന്നേറ്റതും ചെയറിൽ നിന്ന് എഴുന്നേറ്റ ലേഡിയും ഷോക്കേറ്റ് വീണു മരിച്ചു. അതോടെ എല്ലാവരും ഒന്നുകൂടി ഭയപ്പെട്ടു. കളി തുടർന്നുകൊണ്ടിരുന്നു. ഓരോരുത്തരായി കൊല്ലപ്പെട്ടു വീണു. ഒടുവിൽ ബാക്കിയായത് മത്സുയാമയും മറ്റൊരാളും മാത്രമായിരുന്നു. മത്സുയാമയുടെ പക്കലാണ് ജോക്കർ കാർഡ് ഉള്ളത്. കൂടെ ഒരു കാർഡും കൂടിയുണ്ട്. എതിരിലുള്ള വ്യക്തി മത്സുയാമയുടെ കയ്യിൽ നിന്നൊരു കാർഡ് എടുക്കണം. അയാൾ ജോക്കർ കാർഡ് എടുത്താൽ മത്സുയാമ കൊല്ലപ്പെടും. അടുത്ത കാർഡാണ് എടുക്കുന്നതെങ്കിൽ മത്സുയാമ വിജയിയാകും. ആശങ്കകൾ നിറഞ്ഞ നിമിഷം. അയാൾ ആദ്യം ജോക്കർ കാർഡ് എടുക്കാൻ വന്നെങ്കിലും പിന്നീട് മനസ്സുമാറ്റി മത്സുയാമയുടെ കയ്യിലെ അടുത്ത കാർഡ് എടുത്തു. അതോടെ അയാൾ കൊല്ലപ്പെട്ടു വീണു. മത്സുയാമ വിജയിയായി. അപ്പോഴായിരുന്നു മത്സുയാമയുടെ നല്ല ശ്വാസം വീണത്. മത്സുയാമ നോക്കി നിൽക്കെ അവിടുത്തെ ലൈറ്റുകൾ മിന്നിമായാൻ തുടങ്ങി. മിന്നിമാന് മുമ്പിൽ നിന്നിരുന്ന ആളുമാറി. മത്സുയാമയ്ക്ക് മുമ്പിൽ കോട്ടും സ്യൂട്ടുമിട്ട് മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. ബോർഡർലാൻഡ് സെക്കൻഡ് സീസൺ അവസാനിച്ചപ്പോൾ അതിൽ ബാക്കിയായി ബോർഡർലാൻഡിൽ തുടർന്നോളാം, സ്വദേശത്തേക്ക് മടങ്ങുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു അത്. സുനോട്ടോ എന്നാണ് അവന്റെ പേര്. നാട്ടിൽ സീരിയൽ കില്ലറായിരുന്ന അവനാണ് ഇപ്പോ ബോർഡർലാൻഡ് സിറ്റിസൺ ആയിട്ടുള്ളത്. വിജയിച്ച മത്സുയാമക്കടുക്കൽ സുനോട്ടോ പറഞ്ഞു, ബോർഡർലാൻഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അടുത്ത ദിവസം രാത്രിയിൽ ഉറങ്ങുകയായിരുന്നു ഉസാഗി. ഒരു സ്വപ്നം കണ്ടു. ഹൈക്ക് ചെയ്ത് ഉസാഗി ഒരു മലമുകളിൽ എത്തുന്നു. മലമുകളിൽ എത്തിയപ്പോഴോ അവളുടെ അച്ഛൻ മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. തുടർച്ചയായി പണ്ട് മുതലേ ഉസാഗി കാണുന്ന സ്വപ്നം. അവൾ ഞെട്ടിയെഴുന്നേറ്റു. അരിസു അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം പുലർച്ചെ അതൊക്കെ മറന്ന രീതിയിൽ അരിസു മുസാഗിയും സന്തോഷത്തിലാണ്. ഇരുവരും അവരവരുടെ ജോലികൾക്കായി പുറപ്പെട്ടു. ഇതേസമയം നഗരത്തിൽ 7 പേർ കൊല്ലപ്പെട്ട മാസ് സൂയിസൈഡിനെ പറ്റി വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. സെമിനാറിൽ പങ്കെടുത്തവരാണ് കൊല്ലപ്പെട്ടതെന്ന വാർത്ത. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉസാഗിക്ക് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട ജോലിയാണ് അവൾ ഇപ്പോൾ ചെയ്യുന്നത്. അഡ്വഞ്ചർ സ്പോർട്സ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അവളുടെ ജോലി. അരിസുവാകട്ടെ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ജോലി നോക്കുകയാണ്. അരിസു പതിവ് പോലെ
ജോലിക്കെത്തി. അന്ന് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഷിബുയ നഗരത്തിൽ വീണ ഉൽക്കാപതനമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ലേഡിയായിരുന്നു അന്ന് കൗൺസിലിങ്ങിനെത്തിയത്. ഡോക്ടർ അവരെ അകത്തേക്ക് വിളിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അരിസുവിന് നിർദ്ദേശം കൊടുത്തു. അരിസു അവരെ വിളിക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് ആനായിരുന്നു. സ്വദേശത്തേക്ക് വന്നതോടെ ബോർഡർലാൻഡിൽ നടന്ന കാര്യങ്ങൾ മറന്നിരുന്ന അരിസുവിന് ആനിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ആനാകട്ടെ ബോർഡർലാൻഡിൽ നടന്ന ഒരു കാര്യം പോലും മറന്നിരുന്നില്ല. അരിസുവിനെ കണ്ടതും ആൻ ഓർമ്മിച്ചു. ആൻ അരിസുവിന്റെ അടുത്തേക്ക് വന്നു. അരിസു, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മരണത്തോട് മല്ലിട്ട് ആ കുറച്ചാളുകളിൽ ഞാനും നീയും ഉണ്ടായിരുന്നു. ബോർഡർലാൻഡിൽ മരണവുമായി പോരടിച്ച് ഗെയിം കളിച്ച് വിജയിച്ച നമ്മൾ ഈ സ്വദേശത്തേക്ക് തിരികെ വന്നത്. എന്താ പറയുന്നേ? എനിക്കൊന്നും ഓർമ്മയില്ല. അരിസു പറഞ്ഞു. നിനക്ക് ഒന്നും ഓർമ്മയില്ലായിരിക്കും, പക്ഷേ ആ ലോകം ഉണ്ടെന്നത് സത്യമാണ്. ആ ലോകത്തേക്ക് പോവാൻ ഞാൻ റിസർച്ച് നടത്തി ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആനത്രയും പറഞ്ഞതും അങ്ങോട്ടേക്ക് ഡോക്ടർ കടന്നു വന്നു. അതോടെ അരിസുവിന് അവിടം വിട്ട് പുറത്തേക്ക് പോരേണ്ടി വന്നു. ആനും പിന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇതേ സമയം മറുവശത്ത് ഉസാഗി അന്നത്തെ ജോലി കഴിഞ്ഞ് നഗരത്തിൽ പുറത്തേക്ക് പോരുകയായിരുന്നു. പോരുന്ന വഴിക്ക് അവൾ ആ ഹോട്ടൽ കണ്ടു. ബോർഡർലാൻഡിലുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും താമസിച്ചിരുന്ന ആ വലിയ ഹോട്ടൽ. അത് കണ്ടതും ബോർഡർലാൻഡിലെ ഓർമ്മകൾ അവളിലേക്ക് ചെറിയ തോതിൽ തിരിച്ചു വരാൻ തുടങ്ങി. ആ ഹോട്ടലിനകത്തേക്ക് അവൾ നടന്നു കയറി. വല്ലാത്തൊരു ഭീതി അവളിൽ ഉടലെടുത്തു വന്നു. വല്ലാത്തൊരവസ്ഥയിൽ അവൾ അവിടുത്തെ സോഫയിലിരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് അരിസു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഉസാഗിയുടെ കോൾ വന്നു. ഉസാഗിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അരിസു എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഉസാഗിയുടെ ശബ്ദം വല്ലാതെ ഇടറി. പിന്നാലെ കോൾ കട്ടാവുകയും ചെയ്തു. അരിസു വല്ലാതെ പാനിക്കാവുന്നുണ്ടായിരുന്നു. ഭയപ്പെട്ട അരിസു തിരികെ വിളിക്കാൻ നോക്കിയെങ്കിലും കോൾ കണക്ട് ആയില്ല. അവൻ വേഗത്തിൽ ഓടി പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യയെ പറ്റിയുള്ള വിവരം റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ പോലീസുകാർ കാര്യങ്ങൾ പരിശോധിച്ചു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ അരിസുവിനോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അവസാനമായി ഉസാഗിയെ കണ്ടത് ഹോട്ടലിലാണ്. അവിടെ വെച്ച് വീൽ ചെയറുള്ള ഒരാളുടെ ഒപ്പം പോകുന്നത് കണ്ടിരുന്നു. അരിസു ആ ദൃശ്യങ്ങൾ നോക്കി. ഉസാഗിക്കൊപ്പമുള്ളത് മറ്റ്സുയാമയാണ്. മറ്റ്സുയാമ ഉസാഗിയെ തട്ടിക്കൊണ്ടുപോയോ എന്ന തരത്തിലായിരുന്നു അരിസു സംശയിച്ചത്. അക്കാര്യം അരിസു ഡിറ്റക്റ്റീവ്സിനോട് പറഞ്ഞെങ്കിലും അവർ ചിന്തിച്ചത് ഉസാഗിക്കും മറ്റ്സുയാമയ്ക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്തതാവും എന്ന തരത്തിലേക്കായിരുന്നു. അരിസു അതിനെ എതിർത്തു. അത്തരത്തിലൊരിക്കലും സംഭവിക്കില്ലെന്നും ദിവസങ്ങൾക്ക് മുമ്പ് താനാണ് അവളെ പ്രൊഫസർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നും അയാൾ പറഞ്ഞു. പോലീസാകട്ടെ അത് വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ നിന്ന് അരിസുവിനെ പോരേണ്ടി വന്നു. അടുത്ത ദിവസം തന്നെ പ്രൊഫസർ വർക്ക് ചെയ്യുന്നിടത്തേക്ക് അരിസു ചെന്നു. റിസപ്ഷനിസ്റ്റുമായി പ്രൊഫസറെ പറ്റി ചോദിച്ച് സംസാരിച്ചു. അപ്പോഴാണ് അരിസു ആ വിവരം അറിയുന്നത്. മറ്റ്സുയാമയെ പറ്റി കുറച്ചു ദിവസങ്ങളായി ഒരു വിവരവുമില്ല. അവസാനമായി ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. സാധാരണ ഇങ്ങനെ അറിയിക്കാതെ എങ്ങോട്ടേക്കെങ്കിലും പോകുന്ന പതിവ് പ്രൊഫസർക്കില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയമുണ്ട്, ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. റിസപ്ഷനിസ്റ്റും അരിസുവും പ്രൊഫസറിന്റെ മുറിയിലെത്തി. അരിസു ആ മുറി നോക്കിക്കണ്ടു. ആഫ്റ്റർ ലൈഫിനെ പറ്റിയുള്ള പഠനങ്ങളാണ് മുഴുവൻ. നോക്കുന്നതിനിടയിൽ ഒരു ഫയൽ അരിസു കണ്ടു. ഉസാഗിയെ പറ്റിയുള്ള വിവരങ്ങളും ഉസാഗിയുടെ ഫോട്ടോയുമൊക്കെ അതിലുണ്ടായിരുന്നു. ഒരു പെൻഡ്രൈവ് അരിസു കുത്തി പ്ലേ ചെയ്തു. ഉസാഗിയുടെ ഇന്റർവ്യൂ ആയിരുന്നു അതിൽ. ഉസാഗി പ്രൊഫസറോട് സംസാരിക്കുന്നു. തുടർച്ചയായി താൻ കാണുന്ന അച്ഛൻ മരിക്കുന്ന ആ സ്വപ്നത്തെ പറ്റിയാണ് ഉസാഗി പ്രൊഫസറോട് പറയുന്നത്. ഇതിനെപ്പറ്റി അരിസുവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പ്രൊഫസർ ചോദിക്കുമ്പോ ആരോടും താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഉസാഗിയുടെ മറുപടി. ആ സ്വപ്നം നടക്കുന്നത് എവിടെയാണെന്നറിയില്ല. സ്വപ്നത്തിലാണെങ്കിലും എന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നു ഉസാഗി മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. തന്നോട് പോലും ഉസാഗി അതൊന്നും ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് വേദനയോടെയായിരുന്നു അരിസു അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. സമയം സന്ധ്യയായിട്ടുണ്ട്. ഉസാഗിയെ പറ്റി ആലോചിച്ച് അരിസു അങ്ങനെ നടക്കുമ്പോ വഴിയിലെ ലൈറ്റുകൾ മിന്നിത്തെളിയാൻ ആരംഭിച്ചു. പൊടുന്നനെ ആരുമില്ലാതെ അവിടെ ഒരു ശബ്ദം ഉയർന്നു കേട്ടു. ഓ, നീയാണല്ലേ ആ കളിക്കാരൻ. എല്ലാ ഗെയിമും വിജയിക്കാൻ എല്ലാവരെയും സഹായിച്ച ആ കളിക്കാരൻ. നീ കാരണമാ ഞാൻ ബോർഡർലാൻഡിലെ ഒരു സിറ്റിസൺ ആയത്. പിന്നാലെ സംസാരിച്ചിരുന്ന വ്യക്തി മുമ്പോട്ടേക്ക് വന്നു. അത് സുനോട്ടോ ആയിരുന്നു. സുനോട്ടോ അരിസുവിനടുത്തെത്തി പറഞ്ഞു, എന്റെ കൂടെ നീയും ബോർഡർലാൻഡിലേക്ക് തിരികെ വരില്ലേ? വൈകാതെ തന്നെ നിനക്കൊക്കെ ഓർമ്മ വന്നോളും. ഓർമ്മ വന്നു കഴിയുമ്പോ നീയായിട്ട് തന്നെ ആ ലോകത്തേക്ക് എത്തും. നമുക്ക് പുതിയൊരു കളി കളിക്കാം. അതും പറഞ്ഞ് സുനോട്ടോ ഒരു ജോക്കർ കാർഡ് അരിസുവിന്റെ പോക്കറ്റിൽ വെച്ച് പോയി. അരിസുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായതേയില്ല. പോകുന്നതിനു മുമ്പ് സുനോട്ടോ ഒന്നുകൂടി പറഞ്ഞിരുന്നു, ആ ഒരു കാര്യം കൂടി, നിന്റെ ഭാര്യയും ഈ മഹത്തായ ഗെയിംസിൽ പങ്കെടുക്കും. പെട്ടെന്ന് അരിസുവിന്റെ മുമ്പിൽ ബോർഡർലാൻഡിലെ ചില നിമിഷങ്ങൾ മിന്നിമാഞ്ഞു. അരിസു നോക്കുമ്പോൾ നിന്ന നിൽപ്പിൽ സുനോട്ടോ അപ്രത്യക്ഷമായിരുന്നു. അരിസു ജോക്കർ കാർഡ് എടുത്തു നോക്കി. അപ്പോഴാണ് ഡിറ്റക്റ്റീവുകളുടെ കോൾ വരുന്നത്. വിവരമറിഞ്ഞ് അരിസു വേഗം പുറപ്പെട്ടു ചെന്നു. ചെന്നെത്തിയത് ആശുപത്രിയിലേക്കായിരുന്നു. ഉസാഗിയെയും മറ്റ്സുയാമയെയും അപകടത്തിൽപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും കോമയിലാണ്. എന്തോ മരുന്ന് കഴിച്ചതുപോലെയുമുണ്ട്. മറ്റ്സുയാമയായിരിക്കും ഉസാഗിക്കും മരുന്ന് കൊടുത്തത് എന്നാണ് ഡിറ്റക്റ്റീവുകൾ പറയുന്നത്. പിന്നാലെ ഡോക്ടറുമായി അരിസു സംസാരിച്ചു. ഉസാഗി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞു. സന്തോഷിക്കാൻ അരിസുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉസാഗിയുടെ പൾസ് കുറഞ്ഞു വരികയാണ്. അവൾ വേണമെങ്കിൽ മരണപ്പെട്ടേക്കാം. പിന്നാലെ ഡിറ്റക്റ്റീവുകൾ അരിസുവുമായി സംസാരിച്ചു. മറ്റ്സുയാമയ്ക്ക് സെമിനാറുകളുമായി ബന്ധമുണ്ടെന്നും കൂട്ടമരണത്തിന്റെ കാര്യത്തിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നുമാണ് ഡിറ്റക്റ്റീവുകൾ പറയുന്നത്. പിന്നാലെ ഡിറ്റക്റ്റീവുകൾ ഒരു കാര്യം പറഞ്ഞു. ആ ഹോട്ടലിൽ നിന്ന് അവർ നേരെ പോയത് മറ്റ്സുയാമ വർക്ക് ചെയ്യുന്നിടത്തേക്കായിരുന്നു. അവിടെ നിന്നുമാണ് അവരെ കണ്ടെടുത്ത് ആ ബിൽഡിംഗിലേക്ക് പോയത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് അരിസു തീർത്തു പറഞ്ഞു. എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ച് അരിസു ദേഷ്യപ്പെടാൻ തുടങ്ങി. ഡിറ്റക്റ്റീവുകൾ അരിസുവിനോട് ക്ഷമ പറഞ്ഞു. പിന്നാലെ അവരിൽ നിന്ന് കണ്ടുകിട്ടിയ വസ്തുക്കൾ അരിസുവിനെ കൊണ്ട് ഡിറ്റക്റ്റീവുകൾ പരിശോധിപ്പിച്ചു. അതിൽ കോമണായി ജോക്കർ കാർഡുകൾ ഉണ്ടായിരുന്നു. അരിസു അത് നോക്കിക്കണ്ടു. സുനോട്ടോ പറഞ്ഞ കാര്യങ്ങൾ അരിസുവിന്റെ ഓർമ്മയിലേക്ക് വന്നു. കൂട്ടത്തിൽ കൗൺസിലിംഗിനെത്തിയ ആൻ പറഞ്ഞ കാര്യങ്ങളും. ആനിനെ കണ്ടാൽ വ്യക്തത കിട്ടും എന്ന് ചിന്തിച്ച അരിസു ആനിനെ കാണുവാൻ പുറപ്പെട്ടു. ആനിനടുത്തെത്തി അരിസു നടന്ന കാര്യങ്ങൾ പറഞ്ഞു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും അറിയിച്ചു. എനിക്ക് ഈ കാർഡ് തന്ന വ്യക്തി എന്റെ ഭാര്യയെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ എന്തോ ഗെയിം കളിക്കുമെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അരിസു ഡോക്ടർ ആനിനോട് ആവശ്യപ്പെട്ടു. ആൻ പറഞ്ഞു, കോമയിലായിരിക്കുമ്പോൾ ഒരാളുടെ ഹൃദയം നിലച്ച് അയാൾ മരണമടയുന്നതിന് മുമ്പ് 2 മിനിറ്റ് സമയമുണ്ടാകും. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള സമയം. ബോർഡർലാൻഡ് പല ആളുകളിലും പല തരത്തിലാവും അത് സംഭവിക്കുക. ആ സമയത്ത് നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകും. നമ്മളും അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ആ ലോകത്തെത്തിപ്പെട്ടത്. നിനക്ക് വേണമെങ്കിൽ ആ ലോകത്തേക്ക് പോകാം. 2 മിനിറ്റിനുള്ളിൽ ആ ലോകത്തെത്തി ഉസാഗിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. 2 മിനിറ്റിലോ? സംശയത്തോടെ അരിസു ചോദിച്ചു. ഈ ലോകത്താണ് അത് 2 മിനിറ്റ്. നമ്മൾ അനുഭവിച്ച ആ 2 മിനിറ്റിൽ മാസങ്ങളോളം പല കാര്യങ്ങൾ ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് സമയം മറ്റൊരു തരത്തിലാണ് പോകുന്നത്. നമ്മൾ എത്തിപ്പെടുന്ന ആ ലോകത്ത് മറ്റൊരു രീതിയിലും. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിക്കും സത്യമാണോ? അരിസു വീണ്ടും സംശയത്തോട് തിരക്കി. ആൻ പറഞ്ഞു, അതിലെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ എന്നെ കാണാൻ വന്നത്. ആ ലോകത്തുനിന്ന് എനിക്ക് തിരികെ വരാൻ പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ മരണപ്പെടും. നിങ്ങളെ കൊന്ന കുറ്റത്തിന്റെ പേരിൽ എന്നെ ഈ നാട്ടിലുള്ളവർ ജയിലിൽ അടയ്ക്കും. അതാവും സംഭവിക്കുക. പെട്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് അരിസുവിന് കോൾ വന്നത്. ഉസാഗിയുടെ ഹൃദയം നിലച്ചിരുന്നു. കോൾ കട്ടായതും അരിസു ആനിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. ഉസാഗിയെ തിരികെ കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അത് കേട്ടതും ആൻ സൂക്ഷിച്ചിരുന്ന ഒരു മരുന്ന് പുറത്തെടുത്തു. അരിസുവിന്റെ ശരീരത്തിലേക്ക് അത് കുത്തിവെച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി അരിസു തിരിഞ്ഞപ്പോൾ മുമ്പിൽ ആൻ ഉണ്ടായിരുന്നില്ല. അരിസു ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ മുഴുവൻ വിജനമായി കിടക്കുന്നു. അരിസു ബോർഡർലാൻഡിൽ എത്തപ്പെട്ടിരുന്നു. അവൻ മുമ്പിലേക്ക് നടന്നു. ഉടൻ ആരംഭിക്കാൻ പോകുന്ന ഗെയിമിന്റെ പോസ്റ്റർ അവൻ മുമ്പിൽ കണ്ടു. അവൻ ആ നഗരത്തിലൂടെ മുമ്പോട്ടേക്ക് പോയി ഗെയിം നടക്കുന്ന ഇടത്തേക്കെത്തി. അതൊരു ജാപ്പനീസ് ഷ്രൈൻ ആയിരുന്നു, ഒരു ആരാധനാലയം. അരിസു അങ്ങോട്ടേക്ക് കയറി ചെന്നു. ലേസർ കടന്നവൻ കയറിയതും അവനും ആ മത്സരാർത്ഥികളിൽ ഒരാളായി മാറി. അവിടെ മറ്റു ചില ആളുകളും ഉണ്ടായിരുന്നു. ആളെണ്ണം പൂർത്തിയായതോടെ ഗെയിം ഉടൻ ആരംഭിക്കും എന്ന തരത്തിലുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിക്കേട്ടു. ആ ദൃശ്യത്തോടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന ഈ രസകരമായ സീരീസിന്റെ അടുത്ത എപ്പിസോഡ് കാണാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.